കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറി സംഘടിപ്പിച്ച വായനപക്ഷാചരണ സമാപനവും ഐ.വി. ദാസ് അനുസ്മരണവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പണിക്കർ സാറിന്റെ ചരമദിനമായ ജൂൺ 19 ആരംഭിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ എല്ലാമായി പ്രവർത്തിച്ച ബഹുമാന്യനായ ഐ.വി. ദാസ് മാഷിന്റെ ജന്മദിനത്തിൽ വായനാ പക്ഷാചരണം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നതാണ്. 19 ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതികളിൽ, പരിപാടികളിൽ നിരവധി പുതിയ ബുക്കുകളുടെ പ്രകാശന കർമ്മം നടന്നിട്ടുണ്ട് കേരളത്തിലുടനീളം. പറവൂർ താലൂക്കിലും പുതുതലമുറയിൽ വളർന്നു വരുന്ന 2 പ്രതിഭകളുടെ രചനകൾ പ്രകാശനം ചെയ്തു. അതിലൊന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള പുത്തംവേലിക്കരയിൽ താമസിക്കുന്ന സവിത രമേശിന്റെ കവിതാ സമാഹാരമാണ് ഒരു കനൽ ബാക്കി എന്ന കവിതാ സമാഹാരം. നമ്മുടെ പ്രിയങ്കരിയായ അപർണ ആരുഷിയാണ് പൂയപ്പിള്ളി തങ്കപ്പൻ മാഷിൽ നിന്നും അത് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കടുങ്ങല്ലൂരിൽ വെച്ച് പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ദാസ് മാഷിന്റെ സ്മരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കിയ മീറ്റിംഗിൽ വെച്ച് ദിബി ഡിജുവിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു നോവൽ കാലാവിഹാർ, ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ അല്പം ഗവേഷണപരമായ ഇടപെടലുകളിലൂടെ രൂപം കൊടുത്തിട്ടുള്ള നോവലിന്റെ പ്രകാശന കർമ്മം മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ സേതു സാറിന്റെ പ്രകാശന കർമ്മം നടത്തിയ പരിപാടിയായിരുന്നു. പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിനേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇന്ന് വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധമായി നമ്മുടെ ഗ്രന്ഥശാല പറവൂരിൽ നിന്നുള്ള എഴുത്തുകാരുടെ ഏതാണ്ട് 150-130 പുസ്തകങ്ങളുടെ പ്രദർശനം ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ്. തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പറവൂരുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പറവൂർക്കാരായ ആളുകളുടെ പുസ്തകങ്ങൾ, അതിപ്രഗത്ഭരായ ആളുകൾ മുതൽ എഴുതി തുടങ്ങുന്നവരുടേതടക്കമുള്ള പുസ്തകങ്ങളുടെ പ്രദർശനം നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ അത് വീണ്ടും വീണ്ടും പറവൂരിന്റെ സാംസ്കാരിക പ്രബുദ്ധതയെ ഉദ്ഘോഷിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1995 ജൂൺ മാസം 19-ാം തീയതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പണിക്കർ സാറിന്റെ വേർപാടുണ്ടാകുന്നത്. 95-ന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് 96 മുതൽ ജൂൺ 19 സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് വായനാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീടത് വായനാ പക്ഷാചരണമായി വികസിപ്പിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2017 പണിക്കർ സാറിന്റെ ഓർമ്മ ദിനം ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കുകയും ദേശീയ വായനാ മാസമായി ആചരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്കറിയാം. രാജ്യം തന്നെ പണിക്കർ സാറിനെ ബഹുമാനപൂർവ്വം നോക്കിക്കാണുമ്പോൾ അത് മലയാളത്തിനും മലയാളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായി കൂടെ നമ്മൾ കാണേണ്ടത്. അതേ പണിക്കർ സാറിന് നൽകുന്ന ആദരവും ബഹുമാനവുമാണ് ഒരു ഗ്രന്ഥശാല പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഐ.വി. ദാസ് മാഷിന് നൽകേണ്ടത്. ആദ്യകാലത്ത് രൂപം കൊണ്ട കേരള ഗ്രന്ഥശാല സംഘം, ആ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അതിന്റെ ഭരണസമിതി അംഗമായി ദാസ് മാഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. 1994 ഏപ്രിൽ മാസം 27-ാം തീയതിയാണ് കേരള ഗ്രന്ഥശാല സംഘം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആയി മാറുന്നത്. അങ്ങനെ രൂപം കൊള്ളുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പ്രഥമ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഐ.വി. ദാസ് മാഷാണ്. അന്ന് അതിന്റെ പ്രസിഡന്റായി തീർന്നത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ കവി
കടമ്മനിട്ട രാമകൃഷ്ണൻ. ഐ വി ദാസ് മാഷിന്റെ ജനനം വടക്കേ മലബാറിലാണ്. 1930 അദ്ദേഹം ജനിക്കുന്നത്. 1930 ജൂലൈ മാസം 7-ാം തീയതി അദ്ദേഹം ജനിക്കുന്നു. കണ്ണൂരിന്റെ പ്രത്യേകമായ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളുടെ അന്തരീക്ഷങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം വളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൊഴിൽ ആയ ആദ്യം ഒരു സർക്കാർ ഓഫീസിൽ കൃഷി വകുപ്പിൽ ജോലി ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഏറെക്കാലം, ഏതാണ്ട് ഒരു 29-30 വർഷക്കാലം അദ്ദേഹം മൊകേരി എന്ന സ്ഥലത്തെ ഒരു UP സ്കൂൾ അധ്യാപകനായി പ്രവർത്തിച്ചു. പിന്നീട് ആ ജോലിയിൽ നിന്നും പൂർണ്ണമായും വിടുതൽ വാങ്ങിക്കൊണ്ട് പൂർണ്ണമായും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സ്വജീവിതം അർപ്പിച്ചുകൊണ്ടുള്ള ത്യാഗപൂർണമായ പ്രവർത്തനം അദ്ദേഹം നടത്തി. ആരോടും വളരെ ലളിതമായി, വളരെ ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, യാതൊരു വിധത്തിലുള്ള ജാടകളുമില്ലാതെ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഐ വി ദാസ് മാഷ്. ദേശാഭിമാനി അടക്കമുള്ള നിരവധി പത്രമാസികകളുടെ ചീഫ് എഡിറ്ററായും സബ് എഡിറ്ററായും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു. നിരവധി എഴുത്തുകാരെ അവരുടെ രചനകൾ വെളിച്ചം കാണുന്നതിന് അദ്ദേഹം ആത്മാർത്ഥമായ സഹകരണം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായി വർഷങ്ങളോളം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ നീറി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കണ്ടുകൊണ്ടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാത്മജിയുടെ ജീവിതവും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തീർന്നത്, മാറിമറിഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ നാട്ടുകാരനായ നവോത്ഥാന കേരളത്തിന്റെ ഏറ്റവും വലിയ ദീപസ്തംഭമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വാഗ്ഭടാനന്ദ ഗുരുവിന്റെ സ്വാധീനമാണ്. വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ധാരാളം പഠനങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ആശയ ആദർശങ്ങളിൽ ആകൃഷ്ടനാകുകയും ചെയ്ത് അദ്ദേഹത്തെ നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായി പ്രവർത്തിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്ന് വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ചിന്തകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ്. നവോത്ഥാന കേരളത്തിന് വലിയ സംഭാവന നൽകിയ വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ആ ആദർശങ്ങളെ തന്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ, പകർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭാരതീയ സാഹിത്യങ്ങളും ഭാരതീയ ഇതിഹാസങ്ങളും ഭാരതത്തിന്റെ തനതായ ഉപനിഷത്തുകളിലും അഗാധമായ പാണ്ഡിത്യം ഐ വി ദാസ് സാർ നേടി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ശങ്കര ദർശനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥം. പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്ത സ്വാഭാവികമായ വളർച്ചയിലൂടെ എത്തിച്ചേരുകയും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ആകൃഷ്ടനായി പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ തൊഴിൽ രാജിവെച്ച് തൊഴിലിൽ നിന്നും വിടുതൽ വാങ്ങിക്കൊണ്ട് അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നു. ഇത് ഐ വി ദാസ് മാഷിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ലാളിത്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. 2010 അദ്ദേഹം നമ്മോട് വിട പറയുന്നത്. ദേശാഭിമാനിയുടെ ഓഫീസിൽ, കലൂരുള്ള ദേശാഭിമാനിയുടെ ഓഫീസിൽ അദ്ദേഹം ദീർഘനാള് അവിടെ പ്രവർത്തിച്ചിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ അന്ന് എറണാകുളത്ത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ആ സർക്കാർ സ്ഥാപനത്തിന്റെ ഒരു പരസ്യവുമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ ദാസ് മാഷ് അദ്ദേഹത്തിന്റെ മുറിയിലുണ്ട്. ഇത്രയും വലിയ ഒരു പ്രതിഭയുടെ മുൻപിൽ ചെല്ലുമ്പോൾ അദ്ദേഹം തിരക്കിനിടയിൽ പോലും നിരവധി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് സംസാരിക്കുകയും എൻ്റെ നാട് ചേന്നമംഗലമാണ് എന്ന് പറഞ്ഞപ്പോൾ ചേന്നമംഗലത്തിന്റെ പഴയകാല പ്രക്ഷോഭങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ തമാശ രൂപേണയും ഗൗരവത്തിലുമൊക്കെ പറഞ്ഞുപോയി എന്നുള്ളത്.
അദ്ദേഹം സ്മരിച്ചുകൊണ്ട് ധാരാളം ആളുകളുടെ കുറിപ്പുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും മുഴുവൻ ജില്ലകളിലും അദ്ദേഹം സന്ദർശിക്കുമ്പോൾ, നിരവധി ലൈബ്രറികളിൽ സന്ദർശിക്കുമ്പോൾ പണിക്കർ സാറിനെ പോലെ അദ്ദേഹം രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങാനായിട്ട് ഇടം തേടുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാർ സംവിധാനങ്ങളുള്ള സ്ഥലത്തായിരുന്നില്ല. 2010 ഓർക്കണം, വലിയ പഴക്കമൊന്നും. എവിടെ ചെന്നാലും, ഏത് ഗ്രാമത്തിൽ ചെന്നാലും, എന്ത് വികസനമില്ലാത്ത സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ ഒരു ലൈബ്രറി പ്രവർത്തകന്റെ ഏറ്റവും ചെറിയ ഒരു വീട്ടിലാണ് അദ്ദേഹം അന്തിയുറങ്ങി. വളരെ ലളിതമായ രീതിയിലുള്ള ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. ജീവിതത്തിലുടനീളം താൻ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ ദർശനത്തെയും ഒരു സാംസ്കാരിക പ്രവർത്തകന് വേണ്ട ആദർശത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ലാളിത്യത്തെ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യം. നിരവധി സാഹിത്യകാരന്മാരുമായി വളരെ അടുത്ത ബന്ധം ദാസ് മാഷിനുണ്ടായി. ദാസ് മാഷ് മരിച്ചതിന് ശേഷം മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരോട് ഓർമ്മക്കുറിപ്പുകൾ എഴുതി അയക്കാനായിട്ട് പത്രമാധ്യമങ്ങൾ സ്വാഭാവികമായും പറയുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ മലയാളത്തിന്റെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ദാസ് മാഷിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ ഞാനൊരു ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഒരു ചെറിയ വാചകത്തിൽ ഒരു അനുസ്മരണ കുറിപ്പ് എഴുതി അയക്കാൻ എന്നോട് മാതൃഭൂമി ദിനപത്രം ആവശ്യപ്പെട്ടു. ഞാൻ ആ കുറിപ്പെഴുതാൻ പേനയും കടലാസും എടുത്തിരുന്നു. കണ്ണുകളിൽ കണ്ണുനീർ തുള്ളികൾ തളം കെട്ടി നിൽക്കുന്നത് പോലെ, കണ്ണുകളിൽ കണ്ണുനീർ തുള്ളികൾ തളം കെട്ടി നിൽക്കുന്നത് പോലെ എൻ്റെ പേനത്തുമ്പിൽ മഷിത്തുള്ളികൾ ഇറ്റിറ്റ് നിന്നു. മണിക്കൂറുകളോളം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഓർമ്മ പങ്കുവെച്ചത് മലയാളത്തിന്റെ എക്കാലത്തെയും മഹാനായ നോവലിസ്റ്റ് എം മുകുന്ദനാണ്. അത്രയേറെ താൻ പരിചയപ്പെടുന്നവരുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് IV ദാസ് മാഷ്. ഭുവനദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത്യാവശ്യം സാമ്പത്തികമായ ഒരു സാഹചര്യത്തിലേക്കൊക്കെ വളർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാ പറയുന്നത്, നമുക്കിനി മൊകേരിയിലുള്ള ഈ പഴയ വീട് ഒന്ന് പൊളിച്ച് പറ്റുമെങ്കിൽ ടൗണിലേക്ക് മാറി ഒരു പുതിയ വീട് നിർമ്മിക്കാം. അപ്പൊ അദ്ദേഹം സ്നേഹപൂർവ്വം ഭാര്യയോട് പറഞ്ഞത്, നമുക്ക് ജീവിക്കാൻ ഈ വീട് മതി. ഞാൻ പിന്തുടരുന്ന രാഷ്ട്രീയ ദർശനത്തെ പൂർത്തിയാക്കാൻ എനിക്ക് ഇത് മതിയെങ്കിൽ നിനക്കും ഇത് പോരെ എന്ന് ചോദിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതി. അത്രമാത്രം ജനകീയമായ ഒരു അടിത്തറയിലേക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് IV ദാസ് മാഷിനെ നമ്മൾ സ്മരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിൽ ഒന്ന്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലകളൊന്നും ഇന്ത്യയിൽ ആണെന്ന് പറയാൻ പറ്റും. അതൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. പക്ഷെ ലോകത്ത് എവിടെയും ഉള്ളതിനേക്കാൾ ജനകീയ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഗ്രന്ഥശാല പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ കേരളത്തിൽ. അങ്ങനെ ജനകീയമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നു IV ദാസ് എന്ന ഭുവന ചന്ദ്രദാസ് എന്ന മനുഷ്യൻ. അവസാന നിമിഷം വരെ അദ്ദേഹം ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റായി ജീവിച്ചുകൊണ്ട് ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഉൾക്കൊണ്ട ഗാന്ധിയൻ ദർശനത്തെയും ശങ്കര ദർശനത്തെയും വാഗ്ബടാനന്ദ ഗുരുവിന്റെ ആശയങ്ങളെയും തൻ്റെ എഴുത്ത് ജീവിതത്തിലും പ്രവൃത്തിയിലും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കടന്നുപോയ ദാസ് മാഷിനെ ഈ സന്ദർഭത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപന
വേദിയിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആത്മാർത്ഥമായി സ്മരിക്കുകയാണ്. അത് ഒരു വലിയ മാറ്റത്തിൻ്റെ, വലിയ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് അക്ഷരസ്നേഹികളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ഉതകുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഐ വി ദാസ് മാഷിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് ഈ ഹ്രസ്വമായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പറവൂരിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രദർശനം പ്രൊഫസർ NG ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ AK ജോഷി, പറവൂർ രാജഗോപാൽ, US രതീഷ്, ഷാനി നവജി, MM സുകുമാരൻ, PD സുബ്രഹ്മണ്യൻ, ജയകുമാർ എഴിക്കര, PM ഹംസ, ലിജിൽ തുടങ്ങിയവർ സംസാരിച്ചു.